വെൽക്കം. നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിന് കഴിഞ്ഞ വർഷം വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അതിൽ നേരെ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. താഴെ പറയുന്നവയിൽ ഇന്ത്യയിലേക്കുള്ള യൂറോപ്യന്മാരുടെ ആഗമനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നത്. ശരിയായതാ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയായിരുന്നു പോർച്ചുഗീസുകാർ. നമ്മൾ പഠിച്ചിട്ടുണ്ട്. പോർച്ചുഗീസുകാരാണ് ആദ്യമായിട്ട് കേരളത്തിൽ എത്തിച്ചേർന്ന് അറിഞ്ഞിട്ടുണ്ട്. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴിയാണെന്നും നമ്മൾ പുസ്തകത്തിൽ SCERT-ലൊക്കെ കാണാൻ പറ്റും. ഇത് ശരിയായിട്ടുള്ള സെന്റൻസ് ആണ്. 1741 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാർക്കേറ്റ പരാജയം ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അവരുടെ ശക്തി ക്ഷയിക്കുന്നതിന് കാരണമായി. ശരിയാണ്. അയ്യറും ചെക്ക് ചെയ്ത് ശരി തന്നെയാണ്. 1741 കുളച്ചൽ യുദ്ധം. നെക്സ്റ്റ് മൂന്നാമത്തത്, ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റു കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുവാനായി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വ്യവസ്ഥയാണ് കാർട്ടസ്. തെറ്റല്ലേ? പോർച്ചുഗീസുകാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കാർട്ടസ് വ്യവസ്ഥ. അതുകൊണ്ട് തന്നെ മൂന്നാമത്തത് തെറ്റാണ്. അപ്പം 1ഉം 2ഉം മാത്രം ശരിയുള്ള ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന സംഭവങ്ങളെ കാലഗണന പ്രകാരം ക്രമീകരിക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വർഷം അറിയുന്നവർക്ക് വളരെ പെട്ടെന്ന് കിട്ടും. അപ്പം വൈക്കം സത്യാഗ്രഹത്തിന് നിങ്ങൾ തന്നെ എൻ്റെ ഒപ്പം തന്നെ ഒന്ന് വീട്ടിൽ നിന്നാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കിയാൽ റെഡി ആയിരിക്കും. വൈക്കം സത്യാഗ്രഹം 1924. ചാന്നാർ ലഹള എപ്പോഴാണ്? 1813 മുതൽ 1859 വരെ എന്നാണ് പറയുന്നത്. 1800കളിലാണ് വരുന്നത്. ഓക്കെ, 1800കളിലാണ് വരുന്നത്. പാലിയം സത്യാഗ്രഹമോ 1940 ബന്ധപ്പെട്ട് 1940ലാണ് നടത്തിയിരിക്കുന്നത്. പാലിയം സത്യാഗ്രഹം 1940. ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പറയുന്നത് 1936. അപ്പൊ ഏതായിരിക്കും ഓർഡർ? ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ആദ്യം നടന്നിരിക്കുന്നത് ചാന്നാർ ലഹളയാണ്. അപ്പം 2 ആദ്യം വരുന്ന ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ തന്നെ നമുക്ക് ഉത്തരം കിട്ടിയെന്നാലും ചെക്ക് ചെയ്തേക്കാം. 2, 1, 4, 3. അതായത് ചാന്നാർ ലഹള, വൈക്കം സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം, പാലിയം സത്യാഗ്രഹം. ഓർഡർ കിട്ടിയില്ലേ? ചാന്നാർ ലഹള 1859 എന്നാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. 1813 മുതൽ 1859 വരെ എന്ന് പറഞ്ഞാൽ നാടാർ സ്ത്രീകൾ നടത്തിയ പ്രക്ഷോഭമാണ്, അല്ലെങ്കിൽ മാറുമറക്കൽ സമരം എന്ന പേരിലൊക്കെ ചോദിക്കാം. നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറിപ്പഴം എന്ന് അവധ് എന്ന നാട്ടുരാജ്യത്തെ വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് തിരിച്ചിട്ടും ചോദിക്കാം. കഴിഞ്ഞൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറിപ്പഴം എന്ന് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ വിശേഷിപ്പിച്ചത് എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആരെയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവധ് എന്ന് പറഞ്ഞ രീതിയിൽ ആ ഒരു സ്ഥലത്തെയാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. വിശേഷിപ്പിച്ച ആൾ ആരാണെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അത് ഡൽഹൌസി പ്രഭുവാണ്. തേർഡ് വൺ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, താഴെ പറയുന്നവരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മിതവാദികൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന നേതാവാര്? അപ്പം മിതവാദികളും തീവ്രവാദികളും ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ തീവ്രവാദികളുടെ നമ്മൾ പഠിക്കാനായിട്ട് എളുപ്പത്തിലുള്ള ഒരു കോഡ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാവുന്ന കോഡാണെന്ന് വിശ്വസിക്കുന്നു. ലാൽ ബാൽ പാൽ. ലാൽ ബാൽ പാൽ ആരുടേതാ? തീവ്രവാദികളുടെ പഠിക്കാൻ വേണ്ടിയിട്ട്. ലാൽ ബാൽ പാൽ. ലാൽ ബാൽ പാൽ എന്ന് പറഞ്ഞാൽ ആരൊക്കെയായിരിക്കും? ലാൽ എന്ന് പറഞ്ഞാൽ ലാലാ ലജ്പത് റായ്, ബാൽ എന്ന് പറഞ്ഞാൽ ബാലഗംഗാധര തിലക്, പാൽ എന്ന് പറഞ്ഞാൽ ബിപിൻ ചന്ദ്രപാൽ. അപ്പൊ എന്ത് കിട്ടി? ലാലാ ലജ്പത് റായ് ഇവിടെയുണ്ട്, ബാലഗംഗാധര തിലക് ഇവിടെയുണ്ട്, ബിപിൻ ചന്ദ്രപാൽ ഇവിടെയുണ്ട്. അപ്പം ഇവരൊക്കെ തീവ്രവാദികളാണെങ്കിൽ ഏതെല്ലാം മിതവാദികളിൽ പെടുക? ആരാണ് പെടുക? ഗോപാലകൃഷ്ണ ഗോഖലെ. അപ്പൊ ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ്, രണ്ടാം ലോകമഹായുദ്ധത്തിൽ ജർമ്മനിയുടെ സോവിയറ്റ് ആക്രമണത്തിന് നൽകപ്പെട്ട രഹസ്യനാമം? ഓപ്പറേഷൻ ബാർബറോസ എന്ന് പറയും. ഓപ്പറേഷൻ ബാർബറോസ. നെക്സ്റ്റ്, ആറാമത് ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ 2023 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം. നമ്മൾ ഒരുപാട് കേസ് പ്രശ്നങ്ങളൊക്കെ പല സ്ഥലത്തും പല അസുരക്ഷിതത്വം ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയും. മുംബൈ, ഡൽഹി, ചെന്നൈ ഒക്കെ വരുന്നുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാലോചിച്ചാൽ തന്നെ നമുക്ക് കിട്ടും ഓപ്ഷൻ ഡി കൊൽക്കത്തയായിരിക്കും ആൻസർ ആയിട്ട് വരിക എന്നുള്ളത്. അറിയാത്തവരൊന്നിപ്പോൾ ശ്രദ്ധിച്ചേക്കാം. ഭൂമധ്യരേഖയിൽ കോറിയോലിസ് ബലം ഡാഷ് ആണ്. അപ്പൊ ഈ കോറിയോലിസ് ബലം എന്ന് പറയുന്നത് നമ്മൾ നോർമലി എർത്തിന്റെ സ്പിന്നിങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നതാണ്. മാത്രമല്ല എങ്ങനെയാ പറയാ, നമ്മൾ എയറിന്റെ വാട്ടറിന്റെ ഒക്കെ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അപ്പൊ ഭൂമധ്യരേഖ എന്ന് പറയുമ്പോൾ സെന്ററിൽ എന്ന് പറയുമ്പോൾ ആ ഒരു ബലമൊക്കെ വളരെ കുറവായിരിക്കും. അപ്പം വളരെ കുറവെന്ന് വെച്ചാൽ 0 ആയിരിക്കും വരിക. ഓപ്ഷൻ സി ആണ് വരിക. അപ്പൊ ഏറ്റവും കൂടുതൽ എവിടെയായിരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ ധ്രുവങ്ങളിലാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെ വരികയാണെങ്കിൽ ധ്രുവങ്ങളിൽ കോറിയോലിസ് ബലം ഡാഷ് ആണെന്ന് പറയുകയാണെങ്കിൽ എന്ത് കൊടുക്കാം? ഏറ്റവും കൂടുതലാണെന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ്, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സൺ സിൻക്രണൈസ്ഡ്, ഇത് വായിച്ചിട്ട് കൺഫ്യൂസ്ഡ് ആവേണ്ട, സൺ സിൻക്രണൈസ്ഡ് ഉപഗ്രഹം ഏതാണ്? IRS-1A ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 1A ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, തന്നിരിക്കുന്നവയിൽ വേമ്പനാട്ട് കായലിൽ പതിക്കാത്ത നദി. നമ്മൾ പതിക്കാത്ത പഠിക്കുന്നതിനേക്കാൾ നല്ല എന്താണ്? പതിക്കുന്ന പഠിക്കുന്നതാ. അപ്പൊ വേമ്പനാട്ട് കായലിൽ പതിക്കുന്നത് ആരൊക്കെയാ? ഇയാൾ ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ. ഭാരതപ്പുഴ ഒഴിച്ച് ബാക്കിയുള്ള 3 പേരും വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന നദികളാണ്. പമ്പ, അച്ചൻകോവിൽ, മൂവാറ്റുപുഴ. നെക്സ്റ്റ്, 10ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂവൽക്കത്തിലെ ഫലകങ്ങളുടെ ചലനത്തിന് കാരണമാകുന്ന പ്രധാന ബലമേത്? അത് ജോഗ്രഫിയുടെ ചാപ്റ്റേഴ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഭൂമിയുടെ ഉൾഭാഗത്ത് നിന്നുള്ള സംവഹന പ്രവാഹമാണ്. ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് ഓർമ്മ വരേണ്ടതാണ്. ഭൂമിയുടെ ഉൾഭാഗത്ത് നിന്നുള്ള സംവഹന പ്രവാഹമാണ്. നെക്സ്റ്റ്,
സമുദ്ര ഊഷ്മാവ് സാധാരണയിൽ നിന്നും ഉയരുന്നതിന് കാരണമാകുന്നത്? അത് നമ്മളിപ്പം പേപ്പേഴ്സിലൊക്കെ വായിക്കുമ്പോൾ എൽനിനോ പ്രതിഭാസം കാരണം ചൂട് കൂടുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കാം. സമുദ്ര ഊഷ്മാവ് സാധാരണയിൽ കൂടുതൽ ഉയരുന്നതിന് കാരണം ഏതാ? അപ്പോൾ എൽനിനോ ആണ് വരുന്നത്. എൽനിനോ പ്രതിഭാസമാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ്, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? കോമൺ ക്വസ്റ്റ്യൻ ആണ്. തമിഴ്നാട്ടിലാണ് കാറ്റിൽ നിന്നുള്ള ഊർജ്ജം ഏറ്റവും കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ച് അത്ര കാണാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആദായകരമായ വില ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാ? PM ആശാ യോജന. PM ആശാ യോജന. നെക്സ്റ്റ്, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഇതിലെ 3 പ്രസ്താവനയും ശരിയാണ്. നിങ്ങൾ വായിച്ചു നോക്കാം. ബഫർ സ്റ്റോക്ക് സൃഷ്ടിക്കുന്നതിന് ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ സംഭരിക്കുവാൻ ഗവൺമെന്റിന് സാധിച്ചു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. പാവപ്പെട്ടവർക്ക് ഗുണകരമായ വിധത്തിൽ ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. അതും ശരിയാണ്. സമ്പന്ന കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. അത് അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ പഠിക്കുമ്പോൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ 1, 2, 3 3 ശരിയാണ്. ശരിയായ പ്രസ്താവന ചോദിച്ചാൽ 3 ശരിയാണ്. ആദ്യത്തെ 50 വർഷ കാലയളവിലെ പഞ്ചവത്സര പദ്ധതികളിൽ പൊതുമേഖലകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഇത്? പൊതുമേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഈ 2 സെന്റൻസ് വായിക്കാം. 1-ാം പഞ്ചവത്സര പദ്ധതി മുതൽ 5-ാം പഞ്ചവത്സര പദ്ധതി വരെ, അതായത് 1 മുതൽ 5 വരെ പൊതുമേഖലയ്ക്കുള്ള മുതൽ മുടക്കിന്റെ വിഹിതത്തിൽ വർധനവുണ്ടായി. 1 മുതൽ 5 വരെ വർധനവുണ്ടായിട്ടുണ്ട്. ശരിയാണ്. 6 മുതൽ 8 വരെ എന്ത് സംഭവിച്ചിട്ടുണ്ട്? പൊതുമേഖലയ്ക്കുള്ള മുതൽ മുടക്കിന്റെ വിഹിതം കുറഞ്ഞിട്ടുണ്ട്. അതും ശരിയായിട്ടുള്ള സെന്റൻസ് ആണ്. 1ഉം 2ഉം ശരിയാണ്. ഓപ്ഷൻ A ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. 15A. നെക്സ്റ്റ്, 2018 ജനുവരിയിൽ ആരംഭിച്ച ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം. അത് എപ്പോൾ വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാം. കാരണം 2024 ക്വസ്റ്റ്യൻ പേപ്പറിലാണ് 2018 ചോദിച്ചിട്ടുള്ളതെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ എപ്പോൾ വേണമെങ്കിൽ വരാലോ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വയനാടാണ്. അതായത് 2018 ജനുവരിയിൽ ആരംഭിച്ച ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാമിൽ ഉൾപ്പെട്ട കേരളത്തിലെ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് വയനാടാണ് വരുന്നത്. ഓപ്ഷൻ D ആണ് വരുന്നത്. 16th one D. 17th one, 1991 പുത്തൻ സാമ്പത്തിക നയം. അത് തിരിച്ചും ചോദിക്കാം. പുത്തൻ സാമ്പത്തിക നയം ഏത് വർഷമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ അത് ഏതാണ് വരിക? വ്യാപാര നയ പരിഷ്കാരങ്ങൾ ലക്ഷ്യം വെച്ചത് എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഇറക്കുമതിയിലും കയറ്റുമതിയിലുമുള്ള ഇളവ് നിയന്ത്രണങ്ങൾ പൊളിച്ചെഴുതുക. അതെ. താരിഫ് നിരക്കുകൾ കുറക്കുക. അതും ശരിയാണ്. ഇറക്കുമതികൾ ലൈസൻസിംഗ് നടപടിക്രമങ്ങൾ ഒഴിവാക്കുക. അതും ശരിയാണ്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഓപ്ഷൻ D ആണ് ഒരു ആൻസർ ആയിട്ട്. ആൻസർ D ആണ് വരിക. 3ഉം ശരിയായിട്ടുള്ള സെന്റൻസ് തന്നെയാണ്. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ കൽക്കരിയുടെ ഉപഭോഗവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവനയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഉരുക്ക് വ്യവസായത്തിനും വൈദ്യുതി ഉൽപാദനത്തിനും വേണ്ടിയുള്ള കൽക്കരിയുടെ ആവശ്യം കൂടി വരുന്നു. ശരിയായിട്ടുള്ള സെന്റൻസ് ആണ്. വൈദ്യുതീകരണം വർദ്ധിച്ചതോടെ റെയിൽവേയുടെ കൽക്കരി ഉപഭോഗം കുറഞ്ഞു. റെയിൽവേയിൽ ഇപ്പം കുറെ ഇലക്ട്രിക്കൽ ആയിട്ട് മാറിയതോടുകൂടി അതിന് കുറച്ച് ഉപയോഗം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇതും ശരിയായിട്ടുള്ള സെന്റൻസ് ആണ്. കൽക്കരിയുടെ ആവശ്യം വിതരണത്തെക്കാൾ കുറവാണ്. കൽക്കരിയുടെ ആവശ്യം വിതരണത്തെക്കാൾ കുറവാണെന്ന് പറഞ്ഞാൽ ശരിയാണോ? അല്ല. കൽക്കരിയുടെ ആവശ്യം എപ്പോഴും വളരെ കൂടുതലായിട്ട് തന്നെയുണ്ട്. വിതരണം ചെയ്യുന്നത് കുറവ് തന്നെയാണ്. അപ്പോൾ ഏതാ ഓപ്ഷനായിട്ട് വരിക? ഓപ്ഷനായിട്ട് വരുന്നത് 3ാമത്തെ സെന്റൻസ് തെറ്റാണ്. തെറ്റായിട്ടുള്ള പ്രസ്താവന 3 മാത്രം. ഓപ്ഷൻ D ആണ് വരുന്നത്. 18th one D. ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയിൽ പെടാത്തത്? ആദ്യത്തെ ലിഖിത ഭരണഘടന. തെറ്റാണ്. അത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്, USA ആണ് ആദ്യത്തെ ലിഖിത ഭരണഘടന. അപ്പോൾ 1ാമത്തെ ഓപ്ഷൻ, 1 എന്ന് വരുന്ന ഓപ്ഷൻ അപ്പം തന്നെ നമുക്ക് കട്ട് ചെയ്യാം. സോറി, ഏതാണ് സവിശേഷതയിൽ പെടാതെ? തെറ്റായിട്ടുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം ആദ്യത്തെ ലിഖിത ഭരണഘടന USA ആണ്. അപ്പം തെറ്റായിട്ടുള്ള സെന്റൻസ് ആണ്. ഏറ്റവും വലിയ ലിഖിത ഭരണഘടന. ശരിയാണ്. ഏറ്റവും വലിയ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഇന്ത്യയുടേത്. ഭരണഘടന എഴുതി പൂർത്തീകരിക്കാൻ 3 വർഷവും 11 മാസവും 18 ദിവസവും എടുത്തു. തെറ്റായിട്ടുള്ളതാണ്. 3 വർഷം എടുത്തിട്ടില്ല, നമുക്കറിയാം. അപ്പൊ എന്ത് വരും? ഇതും തെറ്റായിട്ടുള്ള സെന്റൻസ് ആണ്. ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ 8 പട്ടികകളുണ്ട്. അതും തെറ്റാണ്. കാരണം ഇപ്പം 12 പട്ടികകളുണ്ട്. ആദ്യം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്ന സമയത്ത് 1950-കളിലൊക്കെ 8 പട്ടിക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ 12 പട്ടികകൾ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മനസ്സിലാക്കാം. 1992-ലും ഭേദഗതികളൊക്കെ വന്നിട്ട് അതിന് മുമ്പെയൊക്കെ ഭേദഗതികൾ വന്നിട്ട് 4 പട്ടികകൾ കൂട്ടിച്ചേർത്തിട്ടുണ്ടെന്ന് അറിയാം. അപ്പൊ ഇത് 3ഉം തെറ്റായിട്ടുള്ള സെന്റൻസ് ആണ്. തെറ്റായിട്ടുള്ള ഏതൊക്കെയാണെന്നാ ചോദിക്കുന്നത്. അപ്പൊ 1ഉം 3ഉം 4ഉം ആണ് തെറ്റായിട്ടുള്ളത്. ഓപ്ഷൻ C. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ചെറിയ ചാനലുകൾ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ചെറിയ ചാനലുകൾക്ക് നിങ്ങളുടെ സപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ കുറച്ചുകൂടി വളരാനും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ കൂടുതൽ അപ്ലോഡ് ചെയ്താൽ മാത്രമേ നമുക്ക് പരമാവധി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാൻ നോക്കാം. പിന്നെ പരമാവധി ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെ കവർ ചെയ്തിട്ട് നോക്കാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടതിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രിപ്ഷൻ ചെയ്യുക. പിന്നെ കമൻറ്റ് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഒന്ന് നമുക്ക് ആക്റ്റീവ്ലി ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ പഠിക്കാനും എളുപ്പത്തിൽ പറ്റും. ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇന്ത്യയിലെ ജനങ്ങളായ നാം ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതിസമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും ഇങ്ങനെ ആരംഭിക്കുന്ന ഭരണഘടനയുടെ ഏത് സവിശേഷതയാണ്? ഇന്ത്യയിലെ ജനങ്ങളായ നാം. അവിടെ നിന്ന് നമുക്ക് കിട്ടി. അതായത് ആമുഖമാണ്. കിട്ടിയിട്ടുണ്ട്.
21 ഇതും കോമൺ ആയിട്ടുള്ളത് ബാലവേല നിരോധന നിയമം വകുപ്പ് 24. അപ്പൊ 1C വരുന്ന ഓപ്ഷനാണ് വരിക. 1C വരുന്ന ഓപ്ഷൻ. അപ്പൊ തന്നെ നമുക്ക് ബാക്കിയൊക്കെ ക്യാൻസൽ ആയി പോയേ. ഉത്തരം ഇവിടെ തന്നെ കിട്ടി. എന്നാലൊന്ന് ബാക്കി ചെക്ക് ചെയ്ത് നോക്കാം. 1C വരും. സ്വത്തവകാശം 300A ബന്ധപ്പെട്ടിട്ട് വരുന്നതാ. അപ്പൊ 2A. അവസര സമത്വം വകുപ്പ് 16. വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയത് 21A. 4B. അപ്പൊ ഈ ഓപ്ഷനാണ് വരുന്നത്. ഓപ്ഷൻ ബി. നെക്സ്റ്റ് 22. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത്? ഒന്ന് തെറ്റാ. ഏതാ തെറ്റ്? ഏകീകൃത സിവിൽ നിയമ സംവിധാനം. യൂണിഫോം കോഡുമായി ബന്ധപ്പെട്ട് വരുന്ന വകുപ്പ് 44 ശരിയാണ്. മൗലിക കടമകൾ വകുപ്പ് 51A ആണ്. ഹൈക്കോടതിയുടെ റിട്ട് ശരിയാണ്. രാഷ്ട്രപതി ഇംപീച്ച്മെന്റ് 61 ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ള. 51A എന്ന് തന്നെ കൊടുക്കണമായിരുന്നു. അപ്പോൾ 22B ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. ഇന്ത്യൻ നെക്സ്റ്റ് നമ്മൾ ഇന്ത്യൻ സുപ്രീം കോടതിയുടെ തനത് അധികാരത്തിൽ പെടാത്തത് ഏതൊക്കെ? കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള തർക്കങ്ങൾ, സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കം, അപ്പീൽ അധികാരം, ഉത്തരവുകൾ അല്ലെങ്കിൽ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം. സിയും ഡിയുമാണ് ആൻസർ ആയിട്ട് വരുന്നത്. അധികാരത്തിൽ പെടാത്തത് സിയും ഡിയുമാണ്. 23A ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 24 യൂണിയൻ ലിസ്റ്റിൽ പെടാത്തത് ഏത്? പൊതുജനാരോഗ്യമാണ് ഉത്തരം. പൊതുജനാരോഗ്യം സ്റ്റേറ്റ് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പൊതുജനാരോഗ്യം എപ്പോഴും ചോദിക്കുന്നതാണ്, സ്റ്റേറ്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. നമുക്ക് സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ് ഒക്കെ കണ്ടുപിടിക്കാനുള്ള ചെറിയ ചെറിയ ഷോർട്ട്സ് ഒക്കെ ഷോർട്സ് ആക്കിയിട്ട് ചെയ്യണം, അല്ലെങ്കിൽ മറ്റു ചെറിയ ചെറിയ വീഡിയോസ് ആക്കിയിട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഫീൽഡിൽ വരണമെങ്കിൽ ഒന്ന് നിങ്ങൾ എപ്പോഴും വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക. മന്ത്രിമാരുടെ കൗൺസിലിന്റെ വലിപ്പം അംഗങ്ങളുടെ 15% ആയി പരിമിതിപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏത്? 91 ഭേദഗതി. മന്ത്രിമാരുടെ കൗൺസിലിന്റെ വലിപ്പം അംഗങ്ങളുടെ 15% പരിമിതിപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാ? 91 ഭേദഗതിയാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭേദഗതിയാണ്. നെക്സ്റ്റ് ചേരുംപടി ചേർക്കുക. ഇത് നന്നായിട്ട് അറിയുന്ന ആൾക്കാർക്ക്, ഇയർ പഠിക്കാൻ മടിയുള്ള ആൾക്കാർക്ക് അധികവും തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പഴയ കാര്യങ്ങളാണ്, പക്ഷേ എല്ലാം കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ ഏത് വർഷം ചിലപ്പം പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ഇതിൽ ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ ഏറ്റവും പഴയത് ബൽവന്ത് റായ് കമ്മിറ്റിയാണ്. ഈ കൂട്ടത്തിൽ നിങ്ങൾ നോക്കുമ്പോൾ ഇതിൽ ഏറ്റവും പഴയതായിട്ട് വരുന്നത്, ഏറ്റവും പഴയതായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം വന്നിരിക്കുന്ന കമ്മിറ്റി എന്ന് പറയുന്നത് ബൽവന്ത് റായ് കമ്മിറ്റിയാണ്. അപ്പൊ ബൽവന്ത് റായ് വന്നിട്ടുള്ള വർഷം 1957 ആണ്. അപ്പൊ 2D ഉള്ള ഓപ്ഷനാണ് ഇവിടെ വരിക. 2D ഉള്ള ഓപ്ഷൻ 3 എണ്ണം ഉണ്ട് കേട്ടോ. എ മാത്രം കട്ടായി പോയി. ബാക്കി 3 എണ്ണത്തിൽ ഏതോ ഒന്നാണ് ആൻസർ ആയിട്ട് വരുന്നത്. ബൽവന്ത് റായ് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത് അശോക് മേത്ത കമ്മിറ്റിയാണ്. അശോക് മേത്ത കമ്മിറ്റിയാണ് 1977. 3A ആണ് വരിക. 3A ആണ് വരിക. ഓക്കെ, 3A ആണ് വരിക. അപ്പൊ ഈ ഓപ്ഷനും പോയി. 3A ആണ് വരുന്നത്. നെക്സ്റ്റ് PK തുംഗൻ കമ്മിറ്റിയും LM സിംഗ്വി കമ്മിറ്റിയും. അപ്പം LM സിംഗ്വി കമ്മിറ്റിയാണ് അതിനുശേഷം വന്നത് 1986. LM സിംഗ്വി കമ്മിറ്റി 1986, PK തുംഗൻ കമ്മിറ്റി 1989. അപ്പോൾ ഓപ്ഷനായിട്ട് വരുന്നത് 26ന്റെ ഏതാണ്? സി ആണ് വരിക. സി ആണ് ഓപ്ഷനായിട്ട് വരിക. 4C. റെഡി അല്ല? ഓക്കെ, അങ്ങനെ വരും. നെക്സ്റ്റ് കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ വരാത്ത സർക്കാർ പ്രസ്ഥാനം ഏത്? വരാത്തതാണ് ചോദിക്കുന്നത്. ഇത് 4ഉം വരും. ഇവയൊന്നുമല്ല എന്നുള്ളതാണ് ഓപ്ഷന്റെ ഉത്തരം വരിക. അപ്പൊ നിങ്ങൾക്ക് നോക്കുമ്പോൾ എന്ത് ചെയ്യുക? ഈ 4 എണ്ണം പഠിച്ചു വെക്കാം. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ വരുന്നത് പഠിക്കാൻ പറയുമ്പോൾ ഏതൊക്കെയാ? ശുചിത്വ മിഷൻ വരും, കുടുംബശ്രീ വരും, കില വരും, ഇൻഫർമേഷൻ കേരള മിഷൻ വരും. ഇതൊക്കെ വരുന്നത് പഠിച്ചു വെക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ വരാത്ത ചോദിച്ചുകൊണ്ട് ഇവയൊന്നുമല്ല ഉത്തരം വരുന്നത് മാത്രം. ഓക്കെ, നെക്സ്റ്റ് 28ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായി സൂചിപ്പിച്ചിരിക്കുന്ന നിയോജക മണ്ഡലം ഏത് MLAയുടെയാണ്? നമ്മൾ പഠിക്കേണ്ട, കാരണം എല്ലാം തെറ്റാണ്. കാരണം ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ D ആണ്. എല്ലാം തെറ്റാണെന്നുള്ളതാണ് ഉത്തരം. ഇത് നോക്കിയിട്ട് വെറുതെ നിങ്ങൾ അതൊന്നും മനസ്സിലേക്ക് കയറ്റി വെക്കണ്ട, കാരണം തെറ്റാണ്. എല്ലാ സെന്റൻസും തെറ്റാണ്. നെക്സ്റ്റ് 29ാമത്തത്. നാരി ശക്തി വന്ദൻ അധിനിയം ബിൽ ലോകസഭ പാസാക്കിയ ദിനം 2023 സെപ്റ്റംബർ 20. ദിവസവും കൊല്ലവും ആവുമ്പോൾ മാറിപ്പോ നന്നായിട്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്ന നോക്കിയാൽ സെപ്റ്റംബർ തന്നെ എല്ലാം പല ഡേറ്റ് കൊടുത്തിട്ട് കൺഫ്യൂസ്ഡ് ആക്കിയാണ്ടോ. സെപ്റ്റംബർ 20 ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അങ്ങനെ ഡേറ്റ് വെച്ച് ചോദിക്കുന്നത്. നാരി ശക്തി വന്ദൻ അധിനിയം പാസ്സാക്കിയത് 2023 എല്ലാവർക്കും അറിയായിരിക്കും. കുറച്ചു പേർക്ക് സെപ്റ്റംബർ ആണെന്ന് അറിയായിരിക്കും. എന്നാൽ ഇങ്ങനെ ചോദിക്കുമ്പോൾ സ്കിപ്പായി പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ പഠിച്ചു വെച്ചേക്കാം സെപ്റ്റംബർ 20. നെക്സ്റ്റ് ഇന്ത്യൻ നിയമനിർമ്മാണ പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങൾ ശരിയായി ക്രമപ്പെടുത്തുക. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഓപ്ഷൻ, നിങ്ങൾക്ക് ഏത് ഘട്ടങ്ങൾ ശരിക്കും അറിയുന്നവർക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ഓപ്ഷൻസ് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തായിരിക്കും വരിക ഒരു ഏകദേശം ഒരു നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് തോന്നുന്നത്. നോക്കി ഓപ്ഷൻ A ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. കാരണം ഫസ്റ്റ് 1ാം വായന, എന്തായാലും 2ാം വായനയും 3ാം വായനയും അതിനുശേഷമായിരിക്കും അറിയായിരിക്കുമല്ലോ. A ആണ് ആദ്യം വരിക. ഇതെല്ലാത്തിലും A ഉണ്ട് ആദ്യം. പിന്നെ രണ്ടാമത്തെ എന്ന് പറയുന്നത് ഏതാണ്? 2ാം വായനയാണ്. രണ്ടാമത് വരുന്നത് 2ാം വായന. ആദ്യം 1ാം വായന, 2ാം വായന. ഓക്കെ, അപ്പം Aയും Cയും. പിന്നെ വരുന്നത് കമ്മിറ്റി ഘട്ടമാണ്. 2 വായനകളും കഴിഞ്ഞ് കമ്മിറ്റി ഘട്ടം, പിന്നെ റിപ്പോർട്ടിംഗ് ഘട്ടം, പിന്നെ 3ാം വായന. അതായത് 1ാം വായന 1ാമത്, 2ാം വായന 2ാമത്,
കമ്മിറ്റി ഘട്ടം മൂന്നാമത്, റിപ്പോർട്ടിംഗ് ഘട്ടം നാലാമത്, മൂന്നാം വായന ലാസ്റ്റ് പറയുന്നത് മൂന്നാം വായനയാണ് വരുന്നത്, അഞ്ചാമത് വരും. അതാണ് ഓപ്ഷൻ എ വരുന്നത്. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നവർ ശരിയായ ജോഡി ഏതൊക്കെയാണ്? ഹേബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കുക, റെഡിയാണ്. പ്രൊഹിബിഷൻ നിലനിർത്തുക, പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ നിലനിർത്തലാണോ? അല്ല, തടയുന്ന രീതിയിലാണ് വരുന്നത്. മാൻഡമസ് ഞങ്ങൾ ആജ്ഞാപിക്കുന്നു, ഈ ഓർഡർ എന്ന് പറയുന്നത് മാൻഡമസ്, അപ്പോൾ ഇതും ശരിയാണ്. കൊവാറന്റോ എന്ത് അധികാരത്തിലാണ് നിങ്ങൾ അത് ചെയ്യുന്നത്? അപ്പോൾ ശരിയായ ജോഡികൾ ഏതൊക്കെയാണ് വരിക? എയും സിയും ഡിയുമാണ്. ബി തെറ്റാണ്, പ്രൊഹിബിഷൻ തെറ്റാണ്. നെക്സ്റ്റ്, 4Ds എന്നറിയപ്പെടുന്ന സവിശേഷ ലക്ഷണങ്ങൾ പ്രകടമാക്കുന്ന അപര്യാപ്ത രോഗം ഏത്? പെല്ലാഗ്രയാണ് ആൻസർ വരിക, പെല്ലാഗ്രയാണ്. 4Ds എന്നറിയപ്പെടുന്ന സവിശേഷ ലക്ഷണങ്ങൾ പ്രകടമാക്കുന്ന അപര്യാപ്തത രോഗം എന്നറിയപ്പെടുന്നത് പെല്ലാഗ്രയാണ് ആൻസർ വരുന്നത്. അപ്പോൾ പെല്ലാഗ്ര വിറ്റാമിൻ B3 അല്ലെങ്കിൽ വിറ്റാമിൻ B3യുടെ കുറവ് കൊണ്ട്, ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന അസുഖമാണ് പെല്ലാഗ്ര എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ 4D എന്ന് കൊടുക്കാൻ കാരണം ഈ പെല്ലാഗ്ര വന്നു കഴിഞ്ഞാൽ അതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഡെർമറ്റൈറ്റിസ്, പിന്നെ അതേപോലെ ഡയേറിയ, ഡിമെൻഷ്യ, ഡെത്ത്. അപ്പോൾ 4 വരുന്നത്. 4 അങ്ങനെ ഡി സ്റ്റാർട്ട് ചെയ്യുന്ന 4 അസുഖങ്ങൾ വരുന്നതുകൊണ്ടാണ് അതിന് 4Ds എന്ന് പറയുന്നത്. ഡിമെൻഷ്യ, ഡെർമറ്റൈറ്റിസ്, ഡയേറിയ, ഡെത്ത്, ഇത് 4 വരുന്നത് കൊണ്ട്. നെക്സ്റ്റ്, AB രക്തഗ്രൂപ്പുള്ള വ്യക്തികൾ സാർവിക സ്വീകർത്താവ് അല്ലേ? സാർവിക സ്വീകർത്താവ്, എല്ലാവരിൽ നിന്നും ബ്ലഡ് സ്വീകരിക്കാൻ പറ്റുന്നവരെ നമ്മുടെ സാർവിക സ്വീകർത്താവ് എന്ന് വിളിക്കാം. അത് ആരാണ്? AB ആണെന്ന് ഇവിടെ ക്വസ്റ്റ്യൻ തന്നെ തന്നിട്ടുണ്ട്. പക്ഷെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ടഫ് ആക്കിയതാണ്. അതായത് അവരുടെ രക്തത്തിൽ എന്തായിരിക്കും സംഭവം? അവരുടെ രക്തത്തിൽ എയും ബിയും രക്തഗ്രൂപ്പ് ഉള്ളവരെന്ന് പറഞ്ഞാൽ അവരുടെ AB ആന്റിജൻ ഉണ്ട്, പക്ഷെ എന്തില്ല? AB ആന്റിബോഡി ഇല്ല. RBCയിലല്ലോ, പ്ലാസ്മയിലാണ് ഉണ്ടാവുക, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പ്ലാസ്മയിൽ ആന്റിബോഡി എയും ബിയും ഇല്ലാത്തവരാണ് AB രക്തഗ്രൂപ്പ് ഉള്ളവർ. അതായത് പ്ലാസ്മയിൽ AB ആന്റിജൻ ഉള്ളവരാണ് AB രക്തഗ്രൂപ്പ് ഉള്ളവർ, ആന്റിബോഡി ഉള്ളവരല്ല. അപ്പൊ ആന്റിബോഡി ഇല്ല അവർക്ക്. അപ്പൊ സാർവിക ദാതാവ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ബ്ലഡ് ഗ്രൂപ്പ് O ആയിരിക്കും വരിക. സ്വീകർത്താവ് ABയും ദാതാവ് Oയും ആയിരിക്കും. അപ്പൊ പ്ലാസ്മയിൽ ആന്റിബോഡി എയും ബിയും ഇല്ലാത്തവരെയാണ് AB ഗ്രൂപ്പ് ഉള്ളവർ എന്ന് വിളിക്കുക. നെക്സ്റ്റ്, ശരീരപേശികൾ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്ന ധാതു. പെട്ടെന്ന് തെറ്റിപ്പോയത്. ആൻസർ പൊട്ടാഷ്യമാണ്. ശരീരപേശികളിലാണ് ചോദിക്കുന്നത്. മസിൽസ് പേശികളിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്ന ധാതു എന്ന് പറയുന്നത് ഏതാ? പൊട്ടാഷ്യമാണ് വരുന്നത്. നെക്സ്റ്റ് 35, മനുഷ്യ ശരീരത്തിൽ 24 മണിക്കൂർ ദിനതാളക്രമം നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏത്? മെലറ്റോണിൻ. അറിയാലോ, നമ്മുടെ സൈക്കിളായിട്ട്, നമ്മുടെ ലൈഫിലെ കാര്യങ്ങളൊക്കെ സൈക്കിളായിട്ട് നടന്നു പോകാനായിട്ട് 24 ഹവേഴ്സ് സൈക്കിളൊക്കെ നമ്മൾ നിയന്ത്രിക്കുന്നത് മെലാറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോണാണ്. അക്രമങ്ങൾ, അപകടങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയ്ക്ക് ഇരയാകുന്ന ഭിന്നശേഷിക്കാർക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി പരിരക്ഷയാണ്. അക്രമങ്ങൾ, അപകടങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ. അപ്പൊ ഇത് നിങ്ങൾക്ക് രണ്ടും ഇത് ഓരോന്നും എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കില്ലേ. ആശ്വാസ് എന്ന് പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാൻസർ, കിഡ്നി അസുഖങ്ങളൊക്കെ വന്നിട്ടുള്ള, ഗുരുതര രോഗങ്ങൾ വന്നിട്ടുള്ള ആൾക്കാരില്ലേ, അവർക്ക് സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ആശ്വാസ്. സ്വാശ്രയ എന്ന് പറയുന്നത് മാനസിക വൈകല്യവും മറ്റു വൈകല്യങ്ങളുള്ളവരുടെ പാരന്റ്സ് അല്ലെങ്കിൽ അവരെ നോക്കുന്ന വനിതകൾക്കായിട്ട് കൊടുക്കുന്നതാണ് സ്വാശ്രയ. അപ്പൊ ആശ്വാസ് എന്ന് പറയുന്നത് എന്താണ്? കിഡ്നി രോഗങ്ങൾ, ഹൃദ്രോഗം, അങ്ങനത്തെ വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം ഫേറ്റൽ ആയിട്ടുള്ള അസുഖങ്ങൾ വന്നിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് അവരെ ചികിത്സയായി ബന്ധപ്പെട്ടതാണ് ആശ്വാസം. സ്വാശ്രയ എന്ന് പറയുന്നത് എന്താണ്? ഈ മാനസിക വൈകല്യം, മറ്റു വൈകല്യങ്ങളുള്ളവരുടെ പാരന്റ്സ് അല്ലെങ്കിൽ നോക്കുന്ന വനിതകൾക്ക് കൊടുക്കുന്നതാണ്. നിരാമയ എന്താ? വൈകല്യമുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. പക്ഷെ അക്രമങ്ങൾ, അപകടങ്ങൾ, പ്രകൃതി ദുരന്തങ്ങളൊക്കെ കാരണം പ്രശ്നം ഉണ്ടാകുന്നവർക്ക് ഭിന്നശേഷിക്കാർക്കുള്ളത് ആണ് പരിരക്ഷ എന്ന് പറയുന്നത്. പരിരക്ഷ നിരാമയം മാറിപ്പോകരുത്. ഇവിടുത്തെ ഉത്തരം പരിരക്ഷയാണ്. 1987 വായു ഭേദഗതി നിയമത്തിൽ ദോഷകരമായ വസ്തുക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഏതാണ്? ശബ്ദമാണ്. 1987 ഭേദഗതി നിയമമാണ്. അപ്പൊ അന്ന് ഏതാണ്? ശബ്ദമാണ് ദോഷകരമായ വസ്തുക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. അതായത് ശബ്ദം ഒരു പരിധിയിൽ കൂടരുത് എന്നുള്ള അർത്ഥത്തിലായിരിക്കണം പറയുന്നുണ്ടാവുക. നെക്സ്റ്റ് 38, ഒരു അത്ലറ്റ് ഒരു ജാവലിൻ പരമാവധി തിരശ്ചീന പരിധി കിട്ടും വിധം എറിയുന്നു. അപ്പോൾ അതിന്റെ, ഇത് നന്നായിട്ട് ഫിസിക്സ് നന്നായിട്ട് അറിയുന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് ഒരു ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് കുറച്ച് തിയറി ബേസ്ഡ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ അത് ഉത്തരമായിട്ട് വരുന്നത് തിരശ്ചീന പ്രവേഗവും ലംബീയ പ്രവേഗവും തുല്യമാണ്. ഇതിന്റെ ഏതെങ്കിലും എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ എക്സ്പ്ലനേഷൻ വേണം, അല്ലെങ്കിൽ ഇന്നേ ക്വസ്റ്റിന്റെ എക്സ്പ്ലനേഷൻ ഒന്ന് വീഡിയോ ആയിട്ട് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യുന്നതാണ്. ഇപ്പൊ ഇതൊക്കെ വേണമെന്ന് അറിയാത്തതുകൊണ്ടാണ് ഇങ്ങനെ കുറെ സ്പീഡിലും കുറെ റിലേറ്റഡ് ഫാക്ട്സും പറഞ്ഞു പോകുന്നത്. ഇത് പക്ഷെങ്കിൽ ഒരു വീഡിയോയിൽ ഒരു ചെറിയ ഈ വീഡിയോയുടെ ഒപ്പം ചെയ്യാൻ പറ്റുന്നതല്ല, അത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ചെയ്യണം. ഫിസിക്സിലെ കോൺസെപ്റ്റ് ആണ്. നെക്സ്റ്റ്, അതേപോലെ തന്നെ ഫിസിക്സിലെ നിങ്ങൾ പലായന പ്രവേഗം ഇല്ലെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞിട്ട് VE പഠിച്ചിട്ടുണ്ടാവും. VO എന്നത് ഭൂമിയുടെ പരമാവധി അടുത്ത് പരിക്രമണം ചെയ്ത ഉപഗ്രഹത്തിന്റെ പരിക്രമണ വേഗതയാണ്. അപ്പൊ ഒബ്ജക്ട് വെലോസിറ്റി ആണ് VO എന്ന് പറയുന്നത്. അത് തമ്മിലുള്ള റിലേഷൻ √2VO ആണ്. VE is equal to √2VO. അതെന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? നമ്മൾ ഫിസിക്സുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ഇക്വേഷൻ ആണ്. എസ്കേപ്പ് വെലോസിറ്റിയുടെ
റിലേഷൻ ആണത്. അതും നമ്മൾ സിലബസുമായി ബന്ധപ്പെട്ടിട്ട് വരുന്നതാണ്. ഇതൊന്ന് മനസ്സിലാക്കി വെക്കാം. നെക്സ്റ്റ്, ഒരു കോൺവെക്സ് ദർപ്പണത്തിൽ വക്രത ആരം എന്ന് പറയുന്നത് 24 സെന്റിമീറ്റർ ആണ്. അതിന്റെ ഫോക്കസ് ദൂരം എത്രയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. R is equal to 2F എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. R is equal to 2F. ആ ഒരു ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ നമ്മളോട് ഫോക്കസ് ദൂരമാണ് ചോദിച്ചിരിക്കുന്നത്. 6 തന്നിട്ടുണ്ട്. അപ്പോൾ ഫോക്കസ് ദൂരം എങ്ങനെ കണ്ടുപിടിക്കും? R/2. R/2 എന്ന് പറയുമ്പോൾ 24/2 എത്രയാണ് കിട്ടുക? 12 സെന്റിമീറ്റർ ആണ് ആൻസർ ആയിട്ട് കിട്ടുക. 12 സെന്റിമീറ്റർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, 12 സെന്റിമീറ്റർ. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ചന്ദ്രയാൻ 3ന്റെ ദൗത്യ ലക്ഷ്യങ്ങളിൽ പെടുന്നത് ശരിയായിട്ടുള്ള ഏതൊക്കെയാണ് പെടുന്നത് ചോദിക്കുന്നത്. 3 അതിന്റെ പെടുന്നത് തന്നെയാണ്. നമുക്ക് രണ്ടാമത്തെ കൺഫ്യൂസ്ഡ് ഒക്കെ ആവും, പക്ഷേ എല്ലാം ശരി തന്നെയാണ്. ചന്ദ്ര ഉപരിതലത്തിൽ സുരക്ഷിതവും മൃദുവുമായ ലാൻഡിംഗ് പ്രദർശിപ്പിക്കുന്നത് ശരിയാണ്. റോവർ ചന്ദ്രനിൽ കറങ്ങുന്നത് പ്രദർശിപ്പിക്കുന്നത് ശരിയാണ്. സ്ഥലത്ത് ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുന്നത് ശരിയാണ്. അപ്പൊ മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. 42. താഴെ കൊടുത്തിരിക്കുന്ന വാചകങ്ങൾ ശരിയായവ കണ്ടെത്തുക. ഈ ക്വസ്റ്റ്യന് ചെറിയൊരു പ്രശ്നമുണ്ട്. അത് സയൻസ് പഠിച്ച ആൾക്കാർക്ക് മനസ്സിലാവുന്നതാണ്. അതിൽ നമുക്ക് നോക്കാം. ഇത് ഉത്തരം നിങ്ങൾക്ക് കിട്ടും, പക്ഷേ കൺഫ്യൂസ്ഡ് ആയിട്ടായിരിക്കും അത് അറ്റൻഡ് ചെയ്യുന്നുണ്ടാവുക. കാരണം ഒന്നാമത്തെ ഓപ്ഷൻ അവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിയേ. ഗ്ലാസ് ഒരു ഒഴുകാൻ കഴിവുള്ള പദാർത്ഥമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ഗ്ലാസ് ഒഴുകാൻ കഴിയുള്ളതാണ്. അപ്പോൾ 2 ശരിയായിട്ടുള്ളതാണ്. ഒരു ശരിയായതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 2 ഓപ്ഷനാണ് ശരിയായിട്ടുണ്ടാവുക. കർപ്പൂരത്തെ ചൂടാക്കിയാൽ അത് ദ്രാവകമായി മാറുന്നു. തെറ്റാണ്. കർപ്പൂരത്തിന്റെ സബ്ലിമേഷൻ ആണ്, ഉത്പാദനമാണ് സംഭവിക്കുന്നത്. അതായത് നേരെ ഏത് ഖരം എന്തായി മാറും? വാതകമായിട്ട് മാറും. അപ്പൊ 3 തെറ്റാണെന്ന് ഉറപ്പാണ്. അപ്പൊ 3 ഓപ്ഷൻസ് കട്ട് ചെയ്ത് പോവാം. അതായത് 3 ഓപ്ഷൻ നമുക്ക് കട്ട് ചെയ്ത് കളയാം. പാലിന്റെ pH മൂല്യം 7ൽ കൂടുതലാണ്. അതും തെറ്റാണ്. 6 പോയിന്റ് ആണ് വരുന്നത്. അപ്പം പാലിന്റെ pH മൂല്യം 6 പോയിന്റ് ആണ്. അപ്പൊ ഇതും തെറ്റാണ്. അപ്പം 4 ഓപ്ഷനും കട്ട് ചെയ്ത് പോവാം. ഓക്കെ, പിന്നെയുള്ള നമുക്ക് എന്തുണ്ട്? ഇവിടെ 1 ഓൾറെഡി ശരിയാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാം തെറ്റാണെന്ന് പറയുന്ന ഓപ്ഷനും കട്ട് ചെയ്ത് പോകാം. അപ്പൊ ഉത്തരം വരുന്നത് 1ഉം 2ഉം ആണ്. പക്ഷെ ഏറ്റവും കാഠിന്യം കൂടിയ മൂലകം ആവർത്തന പട്ടികയിൽ ഗ്രൂപ്പ് 6ലാണെന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ കൺഫ്യൂസ്ഡ് ആവും. കാരണം ഭയങ്കര കട്ടിയുള്ളത് കാർബണിന്റെ ഡയമണ്ട് ആണെന്നൊക്കെ പറയും. പക്ഷെ 6ാമത്തെ ഗ്രൂപ്പ് എന്നൊക്കെ പറയുമ്പോൾ കൺഫ്യൂസ്ഡ് ആവും. ക്വസ്റ്റിന് ചെറിയൊരു പ്രശ്നമുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഉത്തരത്തിൽ എത്താൻ കഴിയും. ബാക്കി 3 ഓപ്ഷൻസ് അറിയാമെങ്കിൽ ഉത്തരത്തിൽ എത്താൻ കഴിയും. ഓക്കെ, നെക്സ്റ്റ് 43ാമത്തെ ക്വസ്റ്റ്യൻ. ഇതും സയൻസ് റിലേറ്റഡ് ആണ്. പക്ഷെ ഇതിന്റെ എക്സ്പ്ലനേഷൻ വളരെ പെട്ടെന്ന് ഇവിടെ തന്നെ ചെയ്യാം. അപ്പം ഉണ്ടാക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ സാന്നിധ്യം മൂലം ഉയർന്ന ഊഷ്മാവിൽ അപ്പം വീർക്കുന്നു. ഏത് വാതക നിയമം? ഇത് ചാൾസ് നിയമമാണ്. കാരണം വോളിയം, ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയവും കൂടും. അതായത് താപനില കൂട്ടുമ്പോൾ, നമ്മൾ ചൂടാക്കുമ്പോൾ ഒരു വസ്തുവിന്റെ വ്യാപ്തം കൂടുന്നു. അതായത് അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ചൂടാക്കുന്നില്ല. ചൂടാക്കുന്ന സമയത്ത് അതായത് ടെമ്പറേച്ചർ കൂടുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? വ്യാപ്തവും കൂടും. വ്യാപ്തം കൂടുന്നത് കൊണ്ടാണ് അപ്പം വീർക്കുവാനുള്ള കാരണം എന്ന് പറയുന്നത്. റെഡി അല്ലേ? അത് ഏതിൽ നിയമമാണ്? ചാൾസ് നിയമമാണ്. 43B. നെക്സ്റ്റ് 44ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു പദാർത്ഥത്തിന്റെ തന്മാത്രാ ഭാരം 108 ആണെങ്കിൽ ആ പദാർത്ഥത്തിന്റെ 6.022 × 10⁻23 തന്മാത്രകളുടെ പിണ്ഡം എത്ര? ഇതും കെമിസ്ട്രിയിലെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ അതൊന്നും എക്സ്പ്ലനേഷൻ വേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഇത് അവഗാഡ്രോ നമ്പർ എന്നാണ് പറയുക. ഒരു മോളില് ഇത്രയും മോളിക്യൂൾസ് ആണ്, തന്മാത്രകളാണ് ഉണ്ടാവുക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ 108 തന്മാത്ര ഭാരം വരുവാണെങ്കിൽ എത്രയാണെന്ന് ചോദിച്ചാൽ ആൻസർ വരുന്നത് 108 ഗ്രാം തന്നെയാണ്. ഇതിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ നിങ്ങൾക്ക് തന്മാത്ര മോൾ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ ഓൾറെഡി ഇവിടെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടും. അത് കുറച്ച് മുന്നേ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇതിൽ അപ്ലോഡഡ് ആണ്. അപ്പം ചാനലും ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ടല്ല ഉണ്ടാവുക. അത് ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ ഉണ്ടാവും. നോക്കി വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. നെക്സ്റ്റ്, അന്താരാഷ്ട്ര ആവർത്തന പട്ടിക വർഷമായി ആചരിച്ചത് ഏത് വർഷം? 2019 ആണ് അന്താരാഷ്ട്ര ആവർത്തന പട്ടിക വർഷമായി ആചരിച്ചത്. പീരിയോഡിക് ടേബിൾ ഇയർ ആയത് 2019. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരുവാണ്. 46. കോമൺ ക്വസ്റ്റ്യൻ ആണ്. കാലാഹിരൺ എന്ന് പറയുമ്പോൾ വേറൊന്നും ആലോചിക്കരുത്. കാലാഹിരൺ അപ്പോൾ IM വിജയൻ. ഓക്കെ, 47B. ആദമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലൂടെ മികച്ച നടനുള്ള ദേശീയ അവാർഡ് കിട്ടിയത് സലീം കുമാറിനാണ്. ആ മൂവി കണ്ടിട്ടുള്ളവർക്ക് ഓർമ്മയുണ്ടാവും, ഇല്ലാത്തവർക്ക് അന്ന് കുറച്ച് ഫേമസ് ആയിട്ട് പറഞ്ഞു വന്നിരുന്ന ഒരു മൂവിയാണ്. നെക്സ്റ്റ്, നജീബ് ഏത് പ്രധാന കൃതിയിലെ കഥാപാത്രമാണ്? ഇത് എല്ലാവരും 100% പേര് ശരിയാക്കിയിട്ടുണ്ടാവും. ആടുജീവിതം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ ക്രിക്കറ്റർ MS ധോണിയാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഇതിന് ശേഷം വരുന്ന ഫയർ ആൻഡ് റെസ്ക്യൂയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിന് ശേഷം വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷും മലയാളവും മാത്സും വരുന്നുണ്ട്. പിന്നെ കുറച്ച് ഫയർ ആൻഡ് റെസ്ക്യൂ ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് മലയാളം മാത്സിലെ ക്വസ്റ്റ്യൻസ് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്ത് നെക്സ്റ്റ് വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് എക്സ്പ്ലനേഷനോട് കൂടി ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. മാത്സിന്റെ എക്സ്പ്ലനേഷൻസ് വേണമെങ്കിൽ നിങ്ങളൊന്ന് എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് തന്നെ വേണമെന്നൊന്ന് കമന്റ് ചെയ്യാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും കൂടുതൽ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു.